നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റിനൊപ്പം തന്നെ ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾ മാനേജ് ചെയ്യണം. അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് നിന്നും ഞാൻ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അപ്പം എങ്ങനെ ഒരു ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഈ വീക്ക് കിട്ടിയ ഒരു എൻട്രി യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്ത് തരാം. ഈ കാണുന്നത് NSP/USDയുടെ ഈ വീക്കിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയ കാര്യം, ഫസ്റ്റ് റിയാക്ഷൻ പോയിന്റ് നമ്മൾ നോക്കി, അതായത് ഇതായിരുന്നു മാർക്കറ്റിന്റെ ഡെയിലി FEG. പക്ഷെ മാർക്കറ്റ് റിയാക്ട് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു FEG പ്ലസ് OBയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഈ റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ എൻട്രി പോയിന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് 8 ഹവറിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു FEGയിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, 8 ഹവറിൽ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു FEG ആയിരുന്നു നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു പ്രോപ്പർ MSS മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഫോക്കസ് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പം അതിനു പകരം മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് 4 ഹവറിലെ FEGയിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് 8 ഹവർ വരെ മാർക്കറ്റ് എത്താത്ത സ്ഥിതിക്ക് നമുക്ക് ഈ എൻട്രി നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണ് കോമൺലി എല്ലാവർക്കും സംഭവിക്കുന്നത്. എന്നാൽ ഈ ഒരു 4 ഹവർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് മുൻകൂട്ടി മനസ്സിലായി, ചിലപ്പോൾ 8 ഹവർ FEG വരെ മാർക്കറ്റ് എത്തണം എന്നില്ല, 4 ഹവറിൽ നിന്ന് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു ട്രേഡിനെ മാനേജ് ചെയ്യാം? ഞങ്ങൾ ഇവിടെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, 8 ഹവർ നോക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട FEG എവിടെയാണ്, മുകളിലാണ്. ഓക്കെ, എന്നാൽ 4 ഹവർ നോക്കുമ്പം ഇവിടെ നിന്നാണ് FEG സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇത് തന്നെ നമ്മൾ കൺസിഡർ ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു, നോർമൽ ക്വാണ്ടിറ്റിയുടെ പകുതി ഇവിടെ നിന്ന് എൻട്രായി. ഓക്കെ, ഇപ്പോൾ $100 ആണ് നമ്മുടെ ടോട്ടൽ റിസ്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസ് കിട്ടിയുമ്പോൾ 100 നഷ്ടപ്പെടുന്നതെങ്കിൽ അതിനകത്ത് $50 റിസ്കിൽ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് എൻട്രി ഫോക്കസ് ചെയ്തു. ബാക്കി 50 ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് എത്തിയാൽ മാത്രം എന്ത് ചെയ്യും, ബാക്കി കൂടെ നമ്മൾ യൂസ് ചെയ്യും. അഥവാ അവിടെ മാർക്കറ്റ് എത്തുന്നതിന് മുന്നേ റിയാക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സംബന്ധിച്ച് ഈ $50 റിസ്ക് ഈ ട്രേഡ് റൺ ആവും. ഇങ്ങനായിരുന്നു ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്നാണ് എൻട്രി ഫോക്കസ് ചെയ്തത്, സ്റ്റോപ്പ് ലോസ് ഈ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ടാർഗറ്റ് നമ്മുടെ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ 1:2 ആണ് ഫോക്കസ് ചെയ്തത്. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് ഫ്രൈഡേ എൻഡ് ആയതുകൊണ്ട് നമുക്ക് 1:1.5 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ എൻട്രി നമ്മളെ സംബന്ധിച്ച് മിസ്സായോ? അതില്ല. കാരണം ഇവിടം വരെ നമ്മൾ ഈ ഏരിയ എത്തുന്നിടം വരെ നമുക്ക് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഇവിടെ നിന്ന് പകുതി ക്വാണ്ടിറ്റി എൻട്രായി, ബാക്കി പകുതി ഇവിടെ നിന്ന് എൻട്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ, അതിന് പകരം എന്ത് ചെയ്തു, ഈ പകുതി ക്വാണ്ടിറ്റിയിൽ ഈ ട്രേഡ് റൺ ആവുകയും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതേപോലെ പല കാര്യങ്ങളും നമ്മുടെ ട്രേഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ട് മാറുന്നത്.